ബ്ലഡി റോമിയോ. ഓജിക്ക് ശേഷം സുജിത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത പടമാണ് ബ്ലഡി റോമിയോ. ഒരു മാസം മുമ്പ് ഈ പ്രോജക്റ്റ് ഒരു ടൈറ്റിൽ ഗ്ലിംസ് വഴി അവർ അനൗൺസ് ചെയ്തിരുന്നു. ഇതൊരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ആണെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നുമെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് ഈ പടത്തിൽ എത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഈ പടത്തിൽ ജ്ഞാനിക്കൊപ്പം നമ്മുടെ മലയാളം ആക്ടർ പൃഥ്വിരാജും ഒരു പ്രധാന വേഷത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ഇതൊരു സ്ട്രോങ് റൂമറാണേ. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് ഏകദേശം കൺഫേം ആണ്. നെക്സ്റ്റ്, ജ്ഞാനിയുടേതായി അടുത്തതായി റിലീസിനെത്താൻ പോകുന്ന പടം പാരഡൈസ് ആണ്. ശ്രീകാന്ത് ഒഡേലയാണ് ഈ പ്രോജക്റ്റ് സംവിധാനം ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷനൊക്കെ വളരെ ഹൈ ആണ്. അനിരുദ്ധാണ് പടത്തിൻ്റെ മ്യൂസിക്. ഓൾറെഡി ഈ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിളൊക്കെ റിലീസായി വൺ ട്രെൻഡിങ് ആയി നല്ല റെസ്പോൺസ് നേടിയിരുന്നു. ഇപ്പോൾ ഈ പടത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോകുവാണ്. അനിരുദ്ധ് മ്യൂസിക്കിൽ പാരഡൈസിൻ്റെ സെക്കൻഡ് സിംഗിൾ അടുത്ത വീക്കിൽ പുറത്തുവിടും. നെക്സ്റ്റ്, ടോക്സിക്. KGF 2 ശേഷം അടുത്ത റിലീസായി എത്താൻ പോകുന്ന യാഷ് പടമാണ് ടോക്സിക്. KGF 2 ശേഷമുള്ള പടം ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈപ്പുണ്ട്. ഇതൊരു പീരിയോഡിക് വിൻറ്റേജ് ടൈപ്പ് ഓഫ് ആക്ഷൻ സിനിമയാണ്. യാഷ് ഡബിൾ റോളിലാണ് ഈ പടത്തിൽ എത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു അപ്ഡേറ്റ്, മലയാളത്തിൽ നിന്ന് ടൊവിനോ തോമസ് ഈ പടത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നാണ്. ഇതൊരു പുതിയ അപ്ഡേറ്റ് അല്ല, പഴയ റൂമറാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. ഇത് കൺഫേം ആയ ടൊവിനോയ്ക്ക് പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, കൽക്കി പാർട്ട് 2. നാഗാശ്വിൻ ഡയറക്റ്റ് ചെയ്ത് പ്രഭാസ് ലീഡിലെത്താൻ പോകുന്ന പടമാണ് കൽക്കി പാർട്ട് 2. പാർട്ട് 1 ഒരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു. ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഒരു വലിയ കംബാക്ക് കൂടിയായിരുന്നു കൽക്കി പാർട്ട് 1. ഇപ്പോൾ പാർട്ട് 1 അപേക്ഷിച്ച് കൽക്കി പാർട്ട് 2 വരുമ്പോൾ ഇത് അതിലും വലിയൊരു പടമാണ്. ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഓൾറെഡി അമിതാഭ് ബച്ചൻ, കമൽഹാസൻ എന്നിങ്ങനെ ഒരുപാട് പേര് പാർട്ട് 2 ഷൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നടക്കുന്നത് പ്രഭാസ് ഇല്ലാത്ത പോർഷൻസ് ആണ്. കാര്യം പ്രഭാസ് ഇപ്പോൾ സ്പിരിറ്റ് സിനിമയുടെ ഷൂട്ടിങ്ങിൽ ബിസിയാണ്. അതിൻ്റെ സ്കെഡ്യൂൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ കൽക്കി പാർട്ട് 2 പ്രഭാസ് ജോയിൻ ചെയ്യൂ. അടുത്ത അപ്ഡേറ്റ് ഒരു വലിയ അപ്ഡേറ്റ് ആണ്. പടത്തിൽ നിലവിലുള്ള ആക്ടേഴ്സിനെ കൂടാതെ ഒരുപാട് മറ്റു വലിയ ആക്ടേഴ്സ് ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ ഏകദേശം കൺഫേം ആയിട്ടുള്ളത് ജ്ഞാനിയാണ്. കൽക്കി പാർട്ട് 2 ഒരു പ്രധാന വേഷത്തിൽ ജ്ഞാനി ഉണ്ടായിരിക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. പിന്നെ ഈ റൂമർ ലിസ്റ്റിൽ മോഹൻലാൽ മുതൽ അമീർ ഖാൻ വരെ ഉണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വലിയ ആക്ടേഴ്സ് ഒന്നിക്കുന്ന ഒരു മെഗാ യൂണിവേഴ്സ് ആയിരിക്കും കൽക്കി പാർട്ട് 2. ജയിലർ 2. ഇപ്പോൾ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള പ്രോജക്റ്റുകളിൽ ഒന്നാണ് നെൽസൺ ഡയറക്റ്റ് ചെയ്യുന്ന രജനീകാന്ത് ലീഡിലെത്തുന്ന ജയിലർ 2. ജയിലർ 2 ഒരു വലിയ പടമാണ്. കാര്യം ബഡ്ജറ്റ് വൈസ്, സ്കെയില്, സ്റ്റാർ പവർ ഒക്കെ കൊണ്ട് ഈ പടത്തിന് സ്കൈ ലെവൽ ഹൈപ്പാണ്. ആദ്യ ഭാഗമായ ജയിലർ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിന് ഹൈപ്പ് ഉണ്ടാവുക എന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ്. മോഹൻലാൽ, ശിവരാജ് കുമാർ അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ് ഈ പടത്തിൻ്റേത്. ഈ മൾട്ടി സ്റ്റാർ ഫാക്ടറൊക്കെ ഈ പടത്തിന് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് തമിഴിലെ ആദ്യത്തെ 1000 കോടി ലക്ഷ്യം വെക്കുന്ന ഒരു പ്രോജക്റ്റാണ്. കാര്യം ഈ വർഷം ഇനി തമിഴിൽ നിന്ന് അത്ര വലിയ പ്രതീക്ഷയുള്ള പ്രോജക്റ്റുകൾ കുറവാണ്. ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളത് ഇതിൽ നിന്ന് മാത്രമാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് കുറച്ച് ഷോക്കിംഗ് ആണ്. അപ്ഡേറ്റ് ജയിലർ 2 ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാമിയോ റോളിൽ ഷാരൂഖ് ഖാൻ എത്തുമെന്ന അപ്ഡേറ്റ് നേരത്തെ വന്നിരുന്നു. ഇത് ഈ പടത്തിൻ്റെ ഹൈപ്പിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിച്ചത് ജയിലർ 2 നിന്നും SRK പിന്മാറി എന്നാണ്. കാരണം സ്കെഡ്യൂളുകൾ ക്ലാഷ് ആകുന്നതുകൊണ്ടാണ് ജയിലർ 2 നിന്നും SRK ഒഴിവായത്. SRKയുടെ കിങ് സിനിമയുടെ പ്രധാന സ്കെഡ്യൂളും ജയിലർ 2 ക്യാമിയോ ഷൂട്ടും തമ്മിൽ ക്ലാഷ് ആയതുകൊണ്ടാണ് SRK ഇതിൽ നിന്നും പിന്മാറിയത്. ഇത് ഈ പടത്തിന് ചെറിയൊരു മൈനസ് ആണെങ്കിലും മുഴുവൻ ഹൈപ്പ് തകർക്കുന്ന ഒന്നല്ല. ഇനിയുള്ള ചോദ്യം SRK ഒഴിവാക്കിയ ക്യാമിയോ ആരാണ് ഇനി ചെയ്യുന്നത് എന്നാണ്. മമ്മൂക്ക, ചിരഞ്ജീവി, പവൻ കല്യാൺ, നാഗാർജുന അങ്ങനെ റൂമർ ലിസ്റ്റിൽ ഒരുപാട് ആളുകളുണ്ട്. ബട്ട് ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാലും രജനിയുടെ സ്റ്റാർ പവറും നെൽസന്റെ മേക്കിങ്ങും അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ഇത്രയും ചേർന്നാൽ മതി, അതുപോരെ. നെക്സ്റ്റ്, കറുപ്പ്. മെയ് 14 റിലീസാകാൻ പോകുന്ന സൂര്യയുടെ പുതിയ പ്രോജക്റ്റാണ് സൂര്യ RJ ബാലാജി കോംബോയിൽ എത്താൻ പോകുന്ന കറുപ്പ്. ഒരു വർഷത്തിന് ശേഷം വരുന്ന സൂര്യ സിനിമ ആയതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ ഇടയിലൊക്കെ ഈ പടത്തിന് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കറുപ്പ് സിനിമയുടെ ഭാഗത്ത് നിന്ന് 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് കറുപ്പ് 3rd സിംഗിൾ ഏപ്രിൽ 14, അതായത് നാളെ കറുപ്പ് സിനിമയിലെ 3ാമത്തെ ഗാനം പുറത്തുവിടും. അടുത്ത അപ്ഡേറ്റ് കറുപ്പ് ഓഡിയോ ലോഞ്ച്. കറുപ്പിൻ്റെ ഓഡിയോ ലോഞ്ച് ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞു. ഏപ്രിൽ 26 മധുരയിൽ വെച്ച് ഈ ഓഡിയോ ലോഞ്ച് ഇവൻ്റ് നടക്കും. പിന്നെ കറുപ്പ് ഒരു സോളോ റിലീസ് ആയതുകൊണ്ട് തന്നെ കയറി കൊളുത്തിയ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് സൂര്യയ്ക്കും കിട്ടും. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ദളപതിയുടെ ജനനായകൻ. ദളപതിയുടെ കരിയറിലെ അവസാന ചിത്രം എന്ന ഹൈപ്പിൽ വന്ന ഈ സിനിമ
റിലീസിന് മുന്നേ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. വിജയുടെ ലാസ്റ്റ് പടം എന്ന ടാഗിലാണ് ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത് പോലും. ശരിക്കും ഈ പടം നേരിടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. വിജയുടെ സിനിമാ കരിയറിൽ തന്നെ ഇതൊരു സ്പെഷ്യൽ പടമായിരിക്കും. ആദ്യമായി ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടാക്കിയ അപ്ഡേറ്റ് പടത്തിൻ്റെ ലീക്കാണ്. പടം തിയേറ്റർ റിലീസിന് മുന്നേ തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ലീക്കായി. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇങ്ങനെ ലീക്കാവുക എന്നത് തന്നെ സാധാരണ കാര്യമല്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായി ക്ലിയർ ആയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള റൂമറുകൾ ഇതിനെപ്പറ്റി നടക്കുന്നുണ്ട്. ചിലർ ഇൻറ്റേർണൽ ലീക്കാണെന്ന് പറയുന്നു, മറ്റു ചിലർ സെൻസർ ബോർഡിൽ നിന്ന് കിട്ടിയ പണിയാണെന്ന് പറയുന്നു. ഇനി വേറെ ചിലർ വിജയ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും പറയുന്നവരും ഉണ്ട്. ഇതെല്ലാം വെറും റൂമറുകൾ മാത്രമാണ്. ഇപ്പോൾ ജനനായകൻ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിൻ്റെ തിയേറ്റർ റിലീസ് ഇപ്പോൾ ഏകദേശം കൺഫേം ആക്കി കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ജനനായകൻ ഈ മാസം തന്നെ തിയേറ്റർ റിലീസ് കൺഫേം ആയി കഴിഞ്ഞു. ചിത്രം ഏപ്രിൽ 24 അല്ലെങ്കിൽ ഏപ്രിൽ 25 തിയേറ്ററുകളിൽ റിലീസിനെത്തും. പക്ഷേ എങ്ങനെ നോക്കിയാലും ഈ പ്രോജക്റ്റ് കൊണ്ട് പ്രൊഡ്യൂസറിന് ഭയങ്കര നഷ്ടമാണ്. കാര്യം റിലീസ് പലതവണ ഡിലേ ആയതുകൊണ്ട് തന്നെ ഏകദേശം 200 കോടിയോളം ഇതിനകം തന്നെ പ്രൊഡ്യൂസറിന് നഷ്ടമായി കഴിഞ്ഞു. ഇടയ്ക്ക് ഇതിൻ്റെ OTT ഡീലൊക്കെ ക്യാൻസലായി പോയിരുന്നു. അപ്പോൾ പടം പറഞ്ഞ ഡേറ്റിൽ ആദ്യം തന്നെ റിലീസിന് എത്തിയിരുന്നെങ്കിൽ ഓപ്പണിംഗ് കളക്ഷൻ കൊണ്ട് തന്നെ വലിയൊരു റിക്കവറി ഈ പടത്തിന് കിട്ടിയേനെ. ഇത് പ്രൊഡ്യൂസറിന് വലിയൊരു തിരിച്ചടിയാണ്. കണ്ടൻറ് എങ്ങനെയാണെങ്കിലും വിജയുടെ സ്റ്റാർ വാല്യൂ കൊണ്ട് മിനിമം 500 കോടി നേടാനുള്ള പൊട്ടൻഷ്യലൊക്കെ ഈ പടത്തിനുണ്ടായിരുന്നു. പ്രീസെയിൽ പോലും അത്ര ശക്തമായിരുന്നു. റിലീസിന് മുമ്പ് ഏകദേശം 100 കോടിക്ക് അടുത്ത് ബുക്കിംഗ് വന്ന പടമാണ് ഈ പടം. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കണേ. ഇനി ഈ പടം റിലീസിന് എത്തിയാൽ തന്നെ പടം അവർ ഉദ്ദേശിച്ച പോലെ സർവൈവ് ചെയ്യണമെങ്കിൽ മിനിമം 700 കോടിക്ക് അടുത്തെങ്കിലും ബ്രേക്ക് ഈവൻ വേണം. ഈ ഒരു സാഹചര്യത്തിൽ പലരും പടം കണ്ട സ്ഥിതിക്ക് അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനി എന്ത്? നമുക്ക് പ്രതീക്ഷയ്ക്ക് ബാക്കിയുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം കൺഫേം ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നടന്ന ഇതൊരു സംഭവമാകും. ജനനായകൻ സിനിമ കൊണ്ട് പ്രൊഡ്യൂസറിനുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി വിജയ് ഒരു പ്രോജക്റ്റ് കൂടി ഈ കമ്പനിയുമായി ചേർന്ന് ചെയ്യുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. അതായത് KVN പ്രൊഡക്ഷന് വേണ്ടി വിജയ് അവസാനമായി ഒരു പടം കൂടി ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ ദളപതി KVN കൊളാബറേഷനിൽ ദളപതിയുടെ അവസാന പടമായ ദളപതി 70 സംഭവിക്കും. അങ്ങനെ വന്നാൽ അതൊരു പ്രോപ്പർ ഫെയർവെൽ പടമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പോകരുത്. കഴിവുള്ള ഡയറക്ടേഴ്സിനെ കൊണ്ട് ആരെങ്കിലും വെച്ച് നല്ലൊരു മാസ് ആക്ഷൻ എൻ്റർടൈനർ എടുത്ത് മടങ്ങുന്നതായിരിക്കും നല്ലത്. വിജയുടെ സ്വാഗു ഓറയൊക്കെ ഒപ്പിയെടുക്കുന്ന ഡയറക്ടർ ആയിരിക്കണം. എന്നോട് ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും ലോകേഷ് കനകരാജ്. പുള്ളിയാണെങ്കിൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. പിന്നെ ഡെയിലി ഇതുപോലുള്ള അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ.